ലിറ്ററേച്ചറിയുടെ പ്രമാണരേഖ നമുക്കറിയാം, സാക്രോസാങ്ക്തും കൊച്ചിയിലെയും. അത് എഴുതപ്പെട്ടതിൻ്റെ പിന്നിൽ പാറേക്കാട്ടിപ്പതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്പർ 4 പറയുന്നത് സഭയിലെ പുനരുദ്ധാരണം ആവശ്യമാണ്, പക്ഷേ അതോടൊപ്പം നവീകരണവും ആവശ്യമാണ്. നവീകരണമില്ലാതെ പുനരുദ്ധാരണം മാത്രമായിട്ട് പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പുനരുദ്ധാരണം, നവീകരണം, അനുരൂപണം, ഇത് മൂന്നും കൂടി സമന്വയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ലിറ്റർജിയിൽ സംഭവിക്കേണ്ടത്. ഇത് നമ്മുടെ സഭയിൽ വലിയ വഴക്കിൻ്റെ കാര്യമായൊരു കാര്യമാണ്. ചിലർ പറയും, ആദ്യം നവീകരിക്കാൻ വരട്ടെ, ആദ്യം പുനരുദ്ധരിക്കുക, എന്നിട്ട് നമുക്ക് നവീകരിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. ഇന്നിങ്ങനെ 3 സ്റ്റേജായിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹം ചോദ്യം ചെയ്തത്. ഇല്ല, ഇത് 3 കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സിനെ പറ്റി പഴയ മിഷണറിമാർ അവരുടെ സുപ്പീരിയേഴ്സ് റോമിലേക്ക് എഴുതി വെച്ച രേഖ ഇപ്പോഴും റോമിലെ ജെസ്യൂട്ട് ഗുയയിൽ ഇരിപ്പുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ അമ്മമാരെ പോലെ ഇതുപോലെ അടക്കവും ഒതുക്കവുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ക്രൈസ്തവ വനിതകൾ ഞങ്ങൾ ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. നമ്മുടെ ചട്ടയും മുട്ടുമാണ് വിഷയം. ആ ചട്ടയും മുട്ടും എടുത്തിട്ട് ഈ പിൻഭാഗം മറയ്ക്കാനായിട്ടൊരു ഞൊറിയും മുൻഭാഗം മറയ്ക്കാനായിട്ടൊരു കവണിയും, ഇതുപോലെ അടക്കം ഒതുക്കമുള്ള വസ്ത്രം ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പിള്ളേരോട് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മഹത്വവും ഒക്കെ ചട്ടയും മുണ്ടിലുമാണ്. അത് നിങ്ങൾ ചട്ടയും മുണ്ടും ധരിക്കണമെന്ന് ഇപ്പോഴത്തെ പെൺപിള്ളേരോട് പറഞ്ഞാലോ? പക്ഷേ അവിടെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താ അത്? അടക്കവും ഒതുക്കമുള്ള വസ്ത്രധാരണം. അല്ല ചട്ടയും മുണ്ടും അല്ല. ഇന്ന് ഒരു പക്ഷേ ചുരിദാറായിരിക്കും അടക്കം ഒതുക്കമുള്ള വസ്ത്രം, അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ആയിരിക്കാം, അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും ആയിരിക്കാം. അപ്പോൾ അതാണ് പാറേക്കാട്ടിപ്പിതാവ് പറഞ്ഞത്. ഇത് പഴയത് നല്ലതാണ്, അതിനകത്ത് എടുക്കേണ്ടത് അടക്കം ഒതുക്കം എന്നുള്ള വാക്കെടുക്കാം, അല്ല ചട്ടയും മുണ്ടും എടുക്കരുത്. എന്നിട്ട് ഇന്ന് അടക്കം ഒതുക്കമുള്ളൊരു വസ്ത്രം കണ്ടുപിടിക്കുക. അങ്ങനെ വേണം നവീകരണം നടത്താൻ ലിറ്ററേച്ചറിയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു.